വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടാക്സ് മാസ്റ്റർ. ഞാൻ ഡി രവീന്ദ്രൻ. ഒരു 38 വർഷത്തോളമായി അക്കാദമിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ഒരു 24 വർഷത്തിൽ കൂടുതലായി CA, CMA, CS ക്ലാസ്സുകൾ മാത്രമായിട്ട് കൈകാര്യം ചെയ്തു വരുന്നു. എൻ്റെ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് 1 ഇൻകം ടാക്സ്, 2 ഇൻഡയറക്റ്റ് ടാക്സ്, കൂടാതെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിനെ ആധികാരികമായിട്ട് പഠിപ്പിക്കുകയാണ്. CA, CMA, CS എന്നീ ക്ലാസ്സുകളിലെ ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ടാക്സേഷൻ്റെ പ്രധാന വിഷയമാണ്. ഇന്ന് ടാക്സേഷൻ നമ്മുടെ കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ള സബ്ജക്റ്റായിട്ടാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. എന്നാൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻകം ടാക്സ് മനസ്സിലാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫൈനൽ ക്ലാസ്സുകൾ വരെ ആദ്യം പഠിക്കുന്ന ബേസ് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ ഫൈനൽ ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചു പോകാം. അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം മുതൽ തന്നെ കിട്ടുന്ന ക്ലാസ്സുകൾ അത്രയ്ക്കും സിസ്റ്റമാറ്റിക് ആയിട്ടാണെന്ന് കണ്ടാൽ ഇതൊരു വിഷയമല്ല. ടാക്സേഷൻ പേപ്പർ നമ്മുടെ വിദ്യാർത്ഥികൾ കരുതുന്നത് പോലെ അത്രയും പ്രയാസമുള്ളൊരു സബ്ജക്റ്റ് അല്ല. പ്രത്യേകിച്ചും ഇൻകം ടാക്സ് ആക്ട് അനുശാസിക്കുന്ന എല്ലാ സെക്ഷൻസും അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരാളിന് ഈ സബ്ജക്റ്റ് എളുപ്പമാകും. ഇപ്പോൾ BCom അല്ലെങ്കിൽ MCom ക്ലാസ്സുകളിൽ പഠിക്കുന്നത് വ്യത്യസ്തമായിട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളെ കൂടി കുറെ കൂടി ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പഠനം എളുപ്പമാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഏതൊരാളിനോട് കൊമേഴ്സ് പഠിക്കുന്ന സാധാരണ ഒരു വിദ്യാർത്ഥിയോട് വാട്ട് ഈസ് ട്രേഡ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ട്രേഡ് മീൻസ് എക്സ്ചേഞ്ച് ഓർ ട്രേഡ് മീൻസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ എക്സ്ചേഞ്ച് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ്. ദെൻ വാട്ട് ഈസ് ബൈയിങ് എന്ന് ചോദിച്ചാൽ ബൈയിങ് മീൻസ് കളക്ഷൻ ഓഫ് ഓണർഷിപ്പ്. വാട്ട് ഈസ് സെല്ലിങ് എന്ന് ചോദിച്ചാൽ സെല്ലിങ് മീൻസ് transfer of ownership for a consideration. What are goods? Goods are the things which possess utility. What are services? Services are intangible benefits that are offering satisfaction to human beings. Satisfaction to wants. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് ട്രേഡ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ കഴിയും എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആണ്. അനുബന്ധമായിട്ട് വരുന്ന ഓരോ പദത്തിൻ്റെയും മീനിങ് അതേ നിലയ്ക്ക് ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് ആധികാരികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്താം. ഈ രീതിയിലുള്ള പഠനമാണ് ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ അവലംബിക്കേണ്ടത്. ഉപരിപ്ലവമായിട്ടൊരു പദം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമായിട്ട് നമുക്ക് വ്യക്തമായിട്ടൊരു രൂപരേഖ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടണമെന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു ടേമിനോട് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം അറിവുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാലും വ്യക്തമായ ഉത്തരം കൊടുക്കാൻ കഴിയും. പക്ഷെ പഠനം ആ രീതിയിൽ നിങ്ങൾ ചിട്ടപ്പെടുത്തിയെടുക്കണം. അത് പഠിക്കുന്ന രീതിക്കനുസരിച്ച് മാറും. ഇപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം 10 കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത് 10 പേർക്ക് ഒരേ ഉത്തരം കിട്ടിയെന്ന കാരണം കൊണ്ട് ഈ 10 കുട്ടികൾക്ക് ഒരേ മാർക്ക് കിട്ടണമെന്നില്ല. നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നതുപരി അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കിംഗ് നോട്ട് പ്രധാനമാണ്. നിങ്ങൾ ആൻസർ എന്ത് കിട്ടിയെന്നുള്ളതല്ല, അതെങ്ങനെ കിട്ടി, ഏത് നിലയ്ക്കാണ്, അങ്ങനെ മനസ്സിലാക്കി പോയാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് ഉതകുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് തുടക്കം പേപ്പർ ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ടാക്സ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ പലർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ടാക്സ് പഠിക്കുന്ന ആൾക്കാരാവട്ടെ ടാക്സേഷൻ വിഷയം പഠിക്കുമ്പോൾ എന്താണ് ടാക്സ് എന്ന് അറിയാതെയാണ് പലരും ടാക്സ് എന്ന സബ്ജക്റ്റിലേക്ക് ആദ്യമേ തന്നെ ഒരുപക്ഷെ ഏതെങ്കിലും ഹെഡിലേക്കായിരിക്കും ഡയറക്റ്റായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ പഠിക്കുന്ന ഒരാളോട് എന്താണ് ടാക്സ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം പറയാൻ ഈ പഠിതാവിന് കഴിയണം. എന്താണ് ടാക്സ്? ടാക്സ് എന്നാൽ സർക്കാരിന് നിർബന്ധമായിട്ടും പ്രജകൾ കൊടുക്കേണ്ട ഒരു പേയ്മെൻ്റ് ആണ്, അങ്ങനെ അർത്ഥമുള്ളൂ. ടാക്സ് ഈസ് എ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ പേഴ്സൺസ് ടു ദി ഗവൺമെൻറ്. സർക്കാരിന് പേഴ്സൺസ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു പേയ്മെൻ്റ് ആണ്.
എന്തുകൊണ്ട് പേഴ്സൺസ് നിർബന്ധമായിട്ട് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ ലൈസൻസിന് ഫീസ് അടയ്ക്കുന്നു, ടാക്സ് എന്ന് പറയാറില്ലല്ലോ. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കുന്നു, രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കുന്നു, അതിന് ഫീസ് എന്നാണ് പറയുക, ടാക്സ് എന്നല്ല. അത് സർക്കാരിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. എന്തുകൊണ്ട് അതിനെ ഫീസ് എന്ന് പറഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്നില്ല? ടാക്സ് എന്നാൽ കമ്പൾസറി ആയിട്ട് ഒരാൾ സർക്കാരിന് കൊടുക്കേണ്ട പേയ്മെന്റാണ്. അങ്ങനെ കൊടുക്കുന്ന പേയ്മെന്റിന് സർക്കാരിൽ നിന്ന് നേരിട്ട് ഒരു ബെനിഫിറ്റും കൊടുക്കുന്ന ആളിന് കിട്ടുന്നില്ല. ദ പെയർ ഈസ് നോട്ട് ഗെറ്റിംഗ് എനി ഡയറക്റ്റ് ബെനിഫിറ്റ് ഫ്രം സച്ച് പേയ്മെന്റ്. സോ ടാക്സ് ഈസ് എ കമ്പൾസറി പേയ്മെന്റ് ടു വിച്ച് നോ ഡയറക്റ്റ് റിട്ടേൺ ടു ദി പെയർ. കൊടുക്കുന്ന ആളിന് ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ കിട്ടുന്നില്ല. മറിച്ച് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി ഫീസ് അടച്ചാൽ രജിസ്ട്രേഷൻ കിട്ടുന്നു, ലൈസൻസിന് വേണ്ടി പേയ്മെന്റ് കൊടുത്താൽ ലൈസൻസ് കിട്ടുന്നു, അവിടെ ഡയറക്റ്റ് ആയിട്ട് റിട്ടേൺ ഉണ്ട്. അപ്പോൾ മറ്റ് സർക്കാരിന്റെ റവന്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പൾസറി പേയ്മെന്റ് ആണ്. കമ്പൾസറി എന്ന് പറയാൻ കാരണം പേയ്മെന്റ് നടത്താത്തിടത്തോളം ദർ മേ ബി പീനൽ ആക്ഷൻ, പെനാൽറ്റി, പ്രോസിക്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ടാക്സിനെ കമ്പൾസറി പേയ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ടാക്സ് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ സാമാന്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് എ കമ്പൾസറി പേയ്മെന്റ് മെയ്ഡ് ബൈ പേഴ്സൺസ് ടു ഗവൺമെന്റ്. ഈ ടാക്സിനെ നമുക്ക് പൊതുവെ രണ്ട് തരത്തിൽ പറയാം. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, പേര് സൂചിപ്പിക്കും പോലെ തന്നെ സർക്കാരിന് നേരിട്ട് കൊടുക്കുന്ന പേയ്മെന്റ്. ഇപ്പം നമുക്ക് ആ ടേം മീനിങ് വെച്ചിട്ട് പറയാം, സർക്കാരിന് നേരിട്ട് കൊടുക്കുന്ന പേയ്മെന്റ്. അപ്പം നേരിട്ടല്ലാതെ കൊടുക്കുന്ന പേയ്മെന്റും വരാം. ടാക്സ് ഇനത്തിൽ സർക്കാരിന് നേരിട്ടല്ലാതെ കൊടുക്കുന്ന പേയ്മെന്റും വരാം. അപ്പം നേരിട്ട് കൊടുക്കുന്നതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതിനർത്ഥം ടാക്സ് കൊടുക്കുന്നത് ആരാണോ ആ ആൾ തന്നെ ആയിരിക്കും, ടാക്സ് കൊടുക്കുന്ന ആൾ തന്നെ ആയിരിക്കും ആ ടാക്സിന്റെ ബർഡൻ, നികുതി ഭാരം ചുമക്കുക. അപ്പൊ നികുതി കൊടുക്കുന്ന ആൾ തന്നെ ആയിരിക്കും നികുതി ഭാരം വഹിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഇൻകം ഉണ്ട്, ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ടാക്സ് കൊടുക്കാനുള്ള ബാധ്യത എനിക്കാണ്. എനിക്ക് മറ്റൊരാളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ കൊടുക്കുന്ന പേയ്മെന്റിന്റെ ബാധ്യത എനിക്കെന്ന പോലെ തന്നെ അതിന്റെ ഭാരം, നികുതി ഭാരം, ദാറ്റ് ഈസ് ബർഡൻ, അതും ഞാൻ തന്നെ ആയിരിക്കും വഹിക്കുക. അപ്പോൾ ടാക്സ് ബർഡനും ടാക്സ് ലയബിലിറ്റിയും ഒരാളിൽ നിക്ഷിപ്തമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഡയറക്റ്റ് ടാക്സ് ഈസ് ഓൺ വേർ ലയബിലിറ്റി ടു പേ ടാക്സ് ആൻഡ് ബർഡൻ ഓഫ് പേയിങ് ടാക്സ് ആർ റെസ്റ്റഡ് അപ്പോൺ സെയിം പേഴ്സൺ. ഇതിനർത്ഥം ദ ബർഡൻ കനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പം ഞാൻ കൊടുക്കേണ്ട ടാക്സ് മറ്റൊരാളുടെ മേൽ എനിക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കൊടുക്കേണ്ട ടാക്സ് ഞാൻ തന്നെ കൊടുക്കണം. എനിക്ക് എൻ്റെ ബർഡൻ മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാലോ, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് എ ടാക്സ് തന്നെയാണ്. വേർ ലയബിലിറ്റി ടു പേ ടാക്സ് ആൻഡ് ബർഡൻ ഓഫ് പേയിങ് ടാക്സ് ആർ വെസ്റ്റഡ് അപ്പോൺ ഡിഫറെന്റ് പേഴ്സൺസ്. ടാക്സ് കൊടുക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ ആ കൊടുക്കുന്ന ആളല്ല ടാക്സിന്റെ ബർഡൻ വഹിക്കുക. ഉദാഹരണത്തിന് നമ്മൾ സെയിൽ ടാക്സ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ GST കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ സർവീസ് ടാക്സ് കൊടുക്കാറുണ്ട്. ഈ സർവീസ് ടാക്സ് കൊടുക്കുന്ന ആരാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. GST കൊടുക്കുന്ന ആരാണ്? സപ്ലയർ ആണ്. ഗുഡ് സപ്ലൈ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യുന്ന ആളാണ് GST കൊടുക്കുന്നത്. ഈ GST ആണെങ്കിലും സർവീസ് ടാക്സ് ആണെങ്കിലും കൊടുക്കുന്ന ആളെ പോക്കറ്റിൽ നിന്നാണോ കൊടുക്കുക? അല്ല. സർവീസ് ടാക്സ് കൊടുത്താലും GST കൊടുക്കാനും കൊടുക്കുന്ന ആൾക്കാർ ആർക്കാണോ സേവനം പ്രൊവൈഡ് ചെയ്യുന്നത് ആ സേവനം റിസീവ് ചെയ്യുന്ന ആളിൽ നിന്ന്, അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് ആ പേയ്മെന്റ് കളക്ട് ചെയ്യുന്നു. അപ്പോൾ അൾട്ടിമേറ്റ് ബർഡൻ എന്ന് പറയുന്നത് കസ്റ്റമറുടെ പക്കലാണ്. എന്നാൽ ഒരു കസ്റ്റമർക്കും സെയിൽ ടാക്സ് കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ നോട്ടീസ് സർക്കാർ അയക്കില്ല. GST ഡിപ്പാർട്ട്മെന്റിൽ ഒരു കസ്റ്റമർക്ക് നോട്ടീസ് കിട്ടാറില്ല. കാരണം ലയബിലിറ്റി ആർക്കല്ല, കസ്റ്റമർക്കല്ല, ട്രേഡർക്കാണ്. അപ്പോൾ ടാക്സ് അടച്ചില്ലെങ്കിൽ നോട്ടീസ് പോകുന്നത് ഈ ട്രേഡർക്കാണ്. ആ ട്രേഡർ അയാളുടെ പോക്കറ്റിൽ നിന്നല്ല ടാക്സ് അടയ്ക്കുന്നത്, ടാക്സ് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത് സർക്കാരിനാണ് അടയ്ക്കുക. ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഓൺ വേർ ലയബിലിറ്റി ഈസ് വെസ്റ്റഡ് വിത്ത് വൺ പേഴ്സൺ ആൻഡ് ബർഡൻ ഓഫ് പേയിങ് ടാക്സ് ഈസ് അപ്പോൺ സം അതർ പേഴ്സൺ. That means as far as indirect tax is concerned, burden can be shifted from one person to another. In case of direct tax, burden cannot be shifted from one person to another. But in case of indirect tax, burden can be shifted from one person to another. So, നമ്മൾ പഠിച്ചതാണ് എന്താണ് ടാക്സ്. ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ പേഴ്സൺസ് ടു ഗവൺമെന്റ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടാക്സ്? ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ടാക്സ്, സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് ടാക്സ്. വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ്? Direct tax is on where liability to pay tax and the burden of paying tax are vested upon same person. Indirect tax means a taxation where liability to pay tax and the burden of paying tax are vested upon different persons.
Now we can go through examples of direct taxation. Direct taxation covers A. Income tax, B. Wealth tax. Wealth tax ഇപ്പോൾ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൽത്ത് ടാക്സ് ഇല്ല, എന്നാലും വെൽത്ത് ടാക്സ് ഡയറക്ട് ടാക്സിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻകം ടാക്സ്, ദെൻ വെൽത്ത് ടാക്സ് എക്സെട്ര എക്സാമ്പിൾസ് ഓഫ് ഡയറക്ട് ടാക്സേഷൻ. എന്നാൽ ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഇപ്പോൾ GST, ദെൻ സർവീസ് ടാക്സ്, ലക്സറി ടാക്സ്, ലോട്ടറി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ദെൻ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ്, സർവീസ് ടാക്സ്. ഇപ്പോൾ സർവീസ് ടാക്സ്, വാറ്റ്, GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, ഇതൊക്കെയും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചു, ടാക്സ്, ഡ്യൂട്ടി. എന്താണ് ഈ ടാക്സ് ഡ്യൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? എങ്ങനെയാണ് ടാക്സ് ഡ്യൂട്ടി നമ്മുടെ വ്യത്യാസം എന്താണ്? ടാക്സും ഡ്യൂട്ടിയും സർക്കാർ കമ്പൽസറി ആയിട്ട് കളക്ട് ചെയ്യുന്ന പേയ്മെന്റ് തന്നെയാണ്. ടാക്സ് ലെവി ചെയ്യുന്നത് ഇൻകത്തിന്മേൽ ലെവി ചെയ്യാം, വെൽത്തിന്മേൽ ലെവി ചെയ്യാം, ഗുഡ്സിന്മേൽ ലെവി ചെയ്യാം. എന്നാൽ ഡ്യൂട്ടി ചുമത്തുന്നത് ഗുഡ്സിന്മേൽ മാത്രമാണ്. സെയിൽ ടാക്സ് ആവട്ടെ, എക്സൈസ് ഡ്യൂട്ടി ആവട്ടെ, കസ്റ്റംസ് ഡ്യൂട്ടി ആവട്ടെ, ഇതൊക്കെ ഡ്യൂട്ടി എല്ലാം ചുമത്തുന്നത് ഗുഡ്സിന്മേൽ മാത്രമാണ്. മറിച്ച് ടാക്സ് എന്നാൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, സർവീസ് ടാക്സ്. ഇപ്പോൾ സർവീസിനും ടാക്സ് ചുമത്തുന്നുണ്ട്, ഗുഡ്സിന്മേൽ ടാക്സ് ചുമത്തുന്നുണ്ട്. ഇപ്പോൾ ഗുഡ്സിനും സർവീസിനും ഇൻകത്തിനും വെൽത്തിനും ഒക്കെ ടാക്സ് ചുമത്താറുണ്ട്. മറിച്ച് ഡ്യൂട്ടി എന്നാൽ ഇറ്റ് ഈസ് എ പേയ്മെന്റ് മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് സെയിൽ ഓഫ് ഗുഡ്സ്. At the time of sale of goods, GST is payable. As far as transfer of goods from one state to another or transfer of goods within a state, value added tax is payable or GST is payable. In respect of manufacture of goods, excess duty is payable. In case of import of goods, customs duty is payable. So duties are payable in respect of only goods. Tax is payable in respect of goods or income, wealth, etc. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ ടാക്സ് എന്ന വിഷയത്തെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നതാണ്. അപ്പോൾ സ്വാഭാവിക ടാക്സിൻ്റെ മീനിങ് എന്താണ്, ടാക്സിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസായിട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവലോകനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ടുന്ന കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്കുള്ള സംശയ സമയത്തും വിളിക്കാം. അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലാണ്, ഏതൊക്കെ ടോപ്പിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് നിലയ്ക്കാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്റർ വൈസായിട്ട് എത്ര സമയം നമ്മൾ അതിലേക്ക് വേണ്ടി വിനിയോഗിക്കണം, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വരാൻ സാധ്യതയുള്ളത്, അതെങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശങ്ങളും നിങ്ങളുടെ സജഷൻസും ഒക്കെ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. മാത്രമല്ല ഈ ടോപ്പിക്കിനകത്ത് ഏത് സംശയമുണ്ട്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക് കവർ ചെയ്യുന്നതിനകത്ത് വരുന്ന ഏത് സംശയവും നമുക്ക് ഉന്നയിക്കാവുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം കേൾക്കുക. പ്രത്യേകിച്ചും പ്രൊഫഷണൽ ക്ലാസ്സുകളിലേക്ക് ഗുണപരമായ രീതിയിലാണ് നമ്മൾ ക്ലാസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കളെ, നിങ്ങളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാത്തമായ സുഹൃത്തുക്കളെ ഈ ക്ലാസ്സിനെ കുറിച്ച്, യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുക. പരമാവധി ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അതിലൂടെ നമുക്ക് ഒരു കൂട്ടായ്മയിലൂടെ കോമണായിട്ട് ഡിസ്കഷൻ വയ്ക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താം, അല്ലെങ്കിൽ കൃത്യമായ സജഷൻസും മറ്റു കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ചും 10-26 വർഷമായി CA CMA ലെവലിൽ എൻ്റെ വിദ്യാർത്ഥികളെന്നാണ് ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ടാവും. അവർക്ക് തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് ഈ ചാനലിനെ കുറിച്ച് പറയുകയോ അവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ അതിലൂടെ നല്ലൊരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പ് ശാശ്വതമായിട്ട് നിലനിർത്തുകയും ഡിസ്കഷൻ ടാക്സേഷൻ പഠിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഗ്രൂപ്പായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും കഴിയും. അതിനുവേണ്ടി സഹകരണം എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ക്ലാസ് എന്ന നിലയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. വരും ക്ലാസ്സുകളിൽ നമുക്ക് ആധികാരികമായിട്ട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ തുടങ്ങാം. അതിലടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇൻകം ടാക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏതൊക്കെ ടേംസ് ആണ് സാർവത്രികമായിട്ട് അറിഞ്ഞിരിക്കുന്നത്, ആ ടേംസിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും നമ്മൾ ആദ്യം പ്രതിപാദിക്കുക. ആ ഡെഫിനിഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും
മറ്റു ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ചാനൽ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. തുടർന്ന് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.